കൃഷ്ണകുമാർ, ഇപ്പോൾ അല്പസമയം മുൻപാണ് പരാതിക്കാർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. താങ്കളത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പ്രധാനമായവർ പറഞ്ഞത് ദിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരും, അത് ടാക്സ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ആദ്യം എടുക്കുക, അതിനുശേഷം എനിക്ക് തന്നാൽ മതി, അതെങ്ങനെയാണ് പിന്നീട് കൈമാറുന്നത് എന്നതൊക്കെ വിശദമായി പറയുകയാണ്. ഇതടക്കം അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തട്ടിയെടുത്തു എന്ന ആരോപണം തള്ളുകയാണവർ. കൃഷ്ണകുമാർ, അല്ല, ഇതിനകത്ത് വളരെ ലളിതമായ സംഭവമാണ്. അപ്പോൾ ഒന്ന്, അവർ വാങ്ങിച്ചു എന്നതിനകത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. രണ്ട്, ഇവർ ദിയയ്ക്ക്, എൻ്റെ മകൾക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ വാങ്ങിച്ച അതേ GPayയിൽ നിന്ന് എൻ്റെ മോൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ, എന്നും പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ കുട്ടികൾ എവിടെയെങ്കിലും പോയി പണം വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്തിട്ടല്ലേ എൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വിഡ്രോയിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എല്ലാ ദിവസവും. അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് GPay ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡിജിറ്റലായിട്ട് തെളിവുണ്ട്. ഇതിനപ്പുറത്തൊന്നുമില്ല. ഈ രണ്ട് കാണിക്കാത്തടത്തോളം ഈ ആരോപണത്തിന് യാതൊരു കഴമ്പും. അതെ, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്യാഷ് ആയിട്ട് മതി എന്ന് മകൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ക്യാഷ് ആയിട്ട് തന്നെയാണ്, അത് അടുക്കളയിലാണ് ക്യാഷ് വയ്ക്കാറ്, അവിടെ നിന്നാണ് എടുക്കാറ്, അതല്ലെങ്കിൽ ജിനി വഴി കൊടുത്തുവിടും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് പ്രസക്തമാണ്. അതായത് എങ്ങനെയാണ് വിഡ്രോവൽ നടത്തുന്നുണ്ടോ, അതെ, വിഡ്രോവൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. തിരിച്ചങ്ങോട്ടാ ചോദിക്കുന്നത്, ഞാനിതൊന്നും കേട്ടിട്ടില്ല. അതെ, ഞാനത് അല്ല, ഞാൻ എത്ര ചോദിച്ചു ഞാനിത് മുഴുവൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ പത്രക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് മുഴുവൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ ക്യാഷ് എടുത്തു എന്നവർ പറയുന്നുണ്ടല്ലോ, മീൻസ് അവരുടെ ഫോണിലോട്ട് വന്നു എന്ന്. അപ്പോൾ അത് ക്ലിയറായി. രണ്ടാമത്തെ ഭാഗം, എങ്ങനെ തന്നു എന്ന് അവർ പറഞ്ഞു ക്യാഷായിട്ട് തരണമെങ്കിൽ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, അവർക്ക് വിഡ്രോ ചെയ്ത് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊണ്ടു കൊടുക്കാം. അങ്ങനെയാണ് എല്ലാ ദിവസവും വിഡ്രോയിൽ നടത്തണം. അപ്പോൾ പോലീസ് അവരുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും എത്ര പൈസ അവിടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു അത് അവരെടുത്തിട്ട് വിഡ്രോ ചെയ്യണമല്ലോ. അത് മാത്രം തെളിയിച്ചാൽ മതിയല്ലോ. അതെ, ഇപ്പോൾ അതിൽ അവർ പറഞ്ഞ ഒരു കാര്യം എന്തോ എന്നുള്ളത് ഞാൻ കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് എത്താം. ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ദിയ മാം ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ 5 ലക്ഷം രൂപേൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാന്ന്. പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ 3 പേരെ എനിക്ക് കാണണം, നിങ്ങൾ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം, നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല, എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 പേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. അതാണ് ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. കുറച്ച് നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു. വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവർ ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. അതിൽ ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു, സഹോദരിമാരെ പോലെ ചേർത്ത് നിർത്തി എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമല്ല. ജാത്യാധിക്ഷേപം നടത്തുകയും ജാതി പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപമൊക്കെ നിരന്തരമായി ചെയ്ത് കൊണ്ടിരുന്നു എന്നൊക്കെയുള്ളത് അവർ അത് ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു എന്നൊക്കെയുള്ളതാണ്. അതായത് ഇതിൽ ജോലി വിട്ട് പോകാനൊരു തീരുമാനം അവർ കൈക്കൊണ്ടിരുന്നു. അത് 28-ാം തീയതിയാണ്. തൊട്ടടുത്ത ദിവസമാണ് ഈ പരാതി വരുന്നത് എന്നീ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ജോലി ഉപേക്ഷിച്ച് പോകുന്നു എന്ന തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തിയതിൻ്റെ ദേഷ്യത്തിൽ, ആ വൈരാഗ്യത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയിലേക്ക് ദിയ പോയത് എന്നത് ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ജോലി ഉപേക്ഷിക്കാനുണ്ടായ കാരണം അമിത ജോലിഭാരം, ഇത്തരത്തിലുള്ള അധിക്ഷേപം, തങ്ങളുടെ മേൽവിലാസത്തിൽ പല കാര്യങ്ങളും ദിയ ഉപയോഗിക്കുന്നു, മേൽവിലാസത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇങ്ങനെ പല കാര്യങ്ങളായപ്പോഴാണ് അത് താങ്ങാൻ കഴിയാതെ ഞങ്ങൾ ജോലി ഉപേക്ഷിച്ചത്. അതിനുശേഷം വരുന്നതാണ് ഈ പരാതി എന്നിവർ പറയുകയാണ്. 28-ന് ജോലി ഉപേക്ഷിക്കുന്നു, 29-ന് പരാതി.
അല്ല, ഇപ്പം ഞാനിതിന് ഏതിനാണ് ഉത്തരം തരേണ്ടത്? കാരണം നിങ്ങളൊരു 100 കൂട്ടം കാര്യം പറഞ്ഞു, ഒരു തെളിവും നിങ്ങൾ കാണാതെ അവർ പറഞ്ഞത് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇതിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ഏതിനെങ്കിലും ഒരു തെളിവ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ടോ? അത് വെച്ചാണെങ്കിൽ സംസാരിക്കാം ഞാൻ. അതല്ല, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അവർക്ക് തെളിവൊന്നും തൽക്കാലം ഇപ്പോൾ ഈ ജാത്യാധിക്ഷേപം തെളിവ് അവർ ഹാജരാക്കുന്നത് ഒന്ന് ഒരു ഓഡിയോ തെളിവ് അവർ ഹാജരാക്കിയിട്ടുണ്ട് ശ്രീ കൃഷ്ണകുമാർ. അതായത് താങ്കൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ അവർ കേൾപ്പിച്ചിട്ടുണ്ട്. അത് അത് ഒരു തെളിവായിട്ട് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് താങ്കൾക്ക് കേൾക്കണമോ ആ ഓഡിയോ? ആ ഓഡിയോയില് നിങ്ങൾ കേട്ടല്ലോ. അല്ല, പുറത്തുവിടാനൊന്നും ഇല്ലെന്നേ. ഞാൻ തന്നെ ഞാൻ കേട്ടതാ. ഓഡിയോ വേണമെന്നില്ല, ഞാൻ കേട്ടതാ. അതിനകത്ത് എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെ, കേട്ടു. ഹലോ, കേട്ടു. ഹലോ. അപ്പം ഞാൻ ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അതായത് ഞാൻ 4 പെൺമക്കളെ വളർത്തുന്നതാണ്. എൻ്റെ മക്കളെ, അതും ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ രാത്രി വിളിച്ച് ഏതോ ഒരുത്തൻ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല, ഞാൻ അതിന് റിയാക്ട് ചെയ്യും. ഞാൻ ഇതിനകത്തൊക്കെ വളരെ മയമായിട്ട് സംസാരിച്ച് ഒരു സ്വന്തം പെൺമക്കളെ അധിക്ഷേപിക്കുമ്പോഴത്തേക്ക് അത് പെൺമക്കളുടെ മാതാപിതാക്കൾക്ക് അറിയാം അതിൻ്റെ വേദന. അത് കൃത്യമായി ഞാൻ പ്രതികരിക്കേണ്ടതാണ്. ഞാൻ പ്രതികരിച്ചത് കുറഞ്ഞു പോയതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് പോലും എവിടെയെങ്കിലും ഈ പറഞ്ഞല്ലോ നിങ്ങൾ ജാതി അധിക്ഷേപം അല്ലെങ്കിൽ എന്തോന്ന് അവരോട് അങ്ങനെ കാണിച്ചു. നിങ്ങൾ ദിയയുടെ സോഷ്യൽ മീഡിയയിൽ ഏത് വീഡിയോ ചെക്ക് ചെയ്താലും മതി, ദിയയുടെ ഒരു 5-ാം മാസത്തെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഇതിലെ ഒരു കുട്ടി വന്നിട്ട് അതിനകത്ത് പൂജ നടത്തുന്ന പോലെ നടത്തുന്നു. അറിയോ? ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, ഫോട്ടോ സഹിതം ഇതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആരോപണം മാത്രമായി പോകും. കാരണം ഇത് കോടതിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതിനൊക്കെ തെളിവ് കൊണ്ടുവരും. തെളിവ് ഇപ്പം തന്നെ ഇവർ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പോൾ ഇവർക്ക് റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഞാനും ഇവിടെ വന്നു, എല്ലാ കാര്യവും ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു, അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നു. തിരിച്ച് അവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ എൻ്റെ ഒരു ഫോൺ കോൾ അല്ലാതെ ഈ ജാതി അധിക്ഷേപം ഈ പറഞ്ഞതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ഒരു കാണിക്കട്ടെ. നിങ്ങൾ ചോദിച്ചാൽ മതി, തെളിവ് കൊണ്ടുവരാൻ പറയൂ. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലൊക്കെ അവരെ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് കേൾപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ തൽക്കാലം അതിൽ ഇരിക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രതികരണം ഇപ്പോൾ തത്സമയം തേടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നോക്കാം അല്ല, അവർ പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പോൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതായത് ടാക്സിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് പിന്നീട് അത് കൊടുത്താൽ മതി എന്നങ്ങനെയൊന്നും ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾക്കല്ല. കാരണം ഞങ്ങള് അതാ പറഞ്ഞത്, സിമ്പിൾ ചോദ്യം ചോദിക്കുക. ടാക്സിന്റെ പ്രശ്നം വരുമ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ പിടിക്കും, അവരടച്ചിട്ടില്ല അവരെ പിടിക്കും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാം ഓഡിറ്റഡ് ആണ്, ഞങ്ങളുടെ എല്ലാം ടാക്സ് പെയ്ഡ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതിനകത്ത് എന്താ കുഴപ്പം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൈസ എടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. അവരെന്നെ പറഞ്ഞാണല്ലോ, ദിയെ പറഞ്ഞു, ആര് പറഞ്ഞു ആയിക്കോട്ടെ, ശരി, എടുത്താൽ ഈ പൈസ ഞങ്ങൾക്ക് തരേണ്ടതല്ലേ? തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ അവരെ തെളിവ് കാണുമല്ലോ. തെളിവ് ഹാജരാക്കട്ടെ. ചാനലിൽ കാണിക്കട്ടെ ഈ എടുത്ത പൈസ എത്രയാണെന്നും. അത് ആദ്യം ചോദിക്കുക നിങ്ങൾ. കൃഷ്ണകുമാർ, അവർ പറഞ്ഞത് ഒരു മാസം ഏതാണ്ട് ഒരു 60,000 to 1.5 ലക്ഷം അതാണ് സാധാരണയായി അവിടെ കിട്ടിക്കൊണ്ടിരുന്ന തുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 69 ലക്ഷത്തിന്റെ കണക്കൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തിയാണ്. അതെ, ഭീഷണിപ്പെടുത്തി അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനൊന്നും തെളിവുള്ളതല്ല. സിമ്പിൾ പറയൂ. ആരോപണങ്ങൾ എന്ന് പറയും. ഇതെല്ലാം അവർ പറഞ്ഞല്ല, അവർ പറഞ്ഞ ആരോപണങ്ങൾ മാത്രം. ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം. ശാസ്ത്രീയമായി തെളിവ് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നിൽക്കത്തുള്ളൂ.